പുത്തൻപുലരി ആദ്യം പോകുന്നത് കോഴിക്കോടേക്ക് തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് നേരെ CPM-ന്റെ ആക്രമണമുണ്ടായിരുന്നു. നരിപ്പറ്റയിലാണ് CPM-ന്റെ ഗുണ്ടായിസം അരങ്ങേറിയത്. ആക്രമണത്തിൽ പെൺകുട്ടികൾക്കടക്കം പരിക്കേറ്റിരുന്നു. നിശ്ചല ദൃശ്യം വഹിച്ചുള്ള വാഹനത്തിന് നേരെ CPM പ്രവർത്തകർ അക്രമം അടിച്ചുവിടുകയായിരുന്നു. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്നും CPM ക്രിമിനലുകളെ ഉടൻ കസ്റ്റഡിയിലെടുക്കണമെന്നും BJP ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ ആവശ്യപ്പെട്ടു. നരിപ്പറ്റ ചീക്കോന്ന് ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രക്കിടെ CPM-ന്റെ ക്രിമിനൽ സംഘം അക്രമം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ശ്രീകൃഷ്ണ വേഷം ധരിച്ച കുട്ടികൾക്ക് നേരെ, ഗോപിക വേഷം ധരിച്ച പെൺകുട്ടികൾക്ക് നേരെ ഉൾപ്പെടെയാണ് അക്രമം ഉണ്ടായിട്ടുള്ളത്. ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയിൽ ടാബ്ലോ സെറ്റ് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ മാരകായുധങ്ങൾ ഉപയോഗിച്ച് അടിച്ചു പൊട്ടിച്ചു എന്ന് മാത്രമല്ല, ഗോപിക വേഷം ധരിച്ച പെൺകുട്ടിയുടെ കുത്തിന് പിടിച്ച് ചെവിക്കൽ അടിച്ചു പൊടിച്ചിരിക്കുകയാണ്. CPM-ന്റെ ക്രിമിനൽ സംഘങ്ങൾ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര നടത്താൻ അനുവദിക്കില്ല, ആ മണ്ണിൽ ശോഭായാത്ര അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തെമ്മാടിത്തം കാണിച്ചിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഈ ക്രിമിനലുകളെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുക്കണം. മാരകായുധങ്ങളുമായിട്ടാണ് ആ ക്രിമിനൽ സംഘം ശോഭായാത്രയിൽ അഴിഞ്ഞാടിയിട്ടുള്ളത്. ഈ കോഴിക്കോട് ജില്ലയിലെ CPM-ന്റെ നേതൃത്വത്തിന്റെ അറിവോട് കൂടിയിട്ടാണോ ഇത്തരം തെമ്മാടിക്കൂട്ടങ്ങൾ അഴിഞ്ഞാടിയത് എന്ന് CPM നേതൃത്വം മറുപടി പറയണം. ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. വിവരങ്ങളുമായി ചേരുന്നത് അനഘ ഹർഷനാണ്. അനഘ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ശുദ്ധ തെമ്മാടിത്തരം. അദ്ദേഹം പറഞ്ഞതുപോലെ ശുദ്ധ തെമ്മാടിത്തരം തന്നെയാണ് നടന്നത്. അതിന് ഈ ദൃശ്യങ്ങൾ തെളിവാണ്. പെൺകുട്ടികൾക്കടക്കം പരിക്കേറ്റു എന്നുള്ളതാണ്. വളരെ സമാധാനപൂർവ്വം നടന്ന പരിപാടി, കുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടി, കുഞ്ഞുങ്ങളുടെ പരിപാടി. അത്തരത്തിലൊരു പരിപാടിക്ക് നേരെ ഉണ്ടായ ആക്രമണം ഗുണ്ടായിസം, CPM-ന്റെ ഗുണ്ടായിസം തന്നെയല്ലേ ഇന്നലെ നരിപ്പറ്റയിൽ അരങ്ങേറിയത് അനഘ? രാഖി, തീർച്ചയായും ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നടന്ന ശോഭായാത്രയ്ക്ക് നേരെയാണ് ഒരുപറ്റം CPM പ്രവർത്തകർ അതിക്രൂരമായിട്ടുള്ള അക്രമം അഴിച്ചുവിട്ടത്. CPM പ്രവർത്തകരെന്ന് പറയാൻ പറ്റില്ല, CPM ഗുണ്ടകൾ ആണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം അഴിച്ചുവിട്ടത്. ഇന്നലെ വൈകുന്നേരമാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതായത് കോഴിക്കോട് കുറ്റ്യാടി നരിപ്പറ്റയിൽ ശോഭായാത്ര, പ്രൗഢഗംഭീരമായ ശോഭായാത്രകൾ പോകുന്ന സമയത്തായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ ഈ പ്രദേശത്തെ CPM പ്രവർത്തകർക്ക് ഇതിൽ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. അവർ ഈ ശോഭായാത്ര തടസ്സപ്പെടുത്താനുള്ള ശ്രമം ആദ്യഘട്ടത്തിൽ തന്നെ നടത്തിയിരുന്നു. പിന്നീട് സംഘാടകർ ഇടപെട്ടാണ് അവരുടെ ആ പ്രകോപനത്തിൽ വീഴാതെ അതിൽ നിന്ന് മാറി പിന്നീട് വീണ്ടും ശോഭായാത്ര മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. എന്നാൽ അതിനുശേഷം പിന്നീട് ശോഭായാത്രയിൽ രാമന്റെ പാട്ട് വച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് CPM ഗുണ്ടകൾ അതിക്രമം അഴിച്ചുവിട്ടത്. ഈ ശോഭായാത്ര കൈവേലിയിലെത്തിയ സമയത്ത് ഈ CPM പ്രവർത്തകർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവർ പറയുന്നത് രാമന്റെ വാഴ്ത്തലുകളും രാമന്റെ ഭക്തിഗാനവും കൈവേലിയുടെ മണ്ണിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇവർ അക്രമം അഴിച്ചുവിട്ടത്. ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒപ്പമുണ്ടായിരുന്ന നിശ്ചല ദൃശ്യങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്ന വാഹനത്തിന് നേരെയാണ് ഇവർ ആദ്യം അതിക്രമം അഴിച്ചുവിട്ടത്. ഈ വാഹനത്തിന്റെ ചില്ലടിച്ചു തകർത്തു. മാത്രമല്ല, നിശ്ചല ദൃശ്യം വഹിച്ചിരുന്ന വാഹനത്തിനകത്തിരുന്ന ആളുകൾക്ക് പോലും മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൃഷ്ണവേഷം ധരിച്ച രാധികമാരുടെ ഒക്കെ ആ ശോഭായാത്രയിൽ ഉണ്ടായിരുന്നു. ഇവർക്ക് നേരെ പോലും അതിക്രമം അഴിച്ചുവിടുന്ന രീതിയിലേക്ക് CPM മാറിയിരിക്കുന്നു എന്നതാണ്. അതിൽ ഈ ശോഭായാത്രയിൽ പങ്കെടുത്ത ഒരു കീർത്തന എന്ന് പറയുന്ന 26 വയസ്സുകാരിക്ക് അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഉണ്ടായിരുന്നത്. രാമന്റെ പാട്ട് കേട്ടു, രാമന്റെ ഭക്തിഗാനവും രാമന്റെ വാഴ്ത്തലുകളും വേണ്ട എന്ന് പറഞ്ഞാണ് 8ഓളം വരുന്ന CPM അക്രമകാരികൾ ഈ ശോഭായാത്രയിലേക്ക് കടന്നു വരികയും ഈ കീർത്തന അടക്കമുള്ള ഈ രാധികയുടെ വേഷം കെട്ടിയ ആ ശോഭായാത്രയിൽ പങ്കെടുത്തവർക്ക് നേരെ അതിക്രൂരമായിട്ടുള്ള മർദ്ദനം അഴിച്ചുവിട്ടത്. ഒരു പെൺകുട്ടിയാണ് എന്ന് പോലും നോക്കാതെ മുടിക്ക് കുത്തിപ്പിടിച്ച് മുഖത്തടിക്കുന്ന, ചെവിക്കൽ അടിച്ചു പൊട്ടിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് ഇന്നലെ ആ ശോഭായാത്രയിൽ ഉണ്ടായത്. ഈ ശോഭായാത്രയുടെ നിറം കെടുത്താൻ
ശോഭായാത്ര തകർക്കാനുള്ള ശ്രമമായിരുന്നു CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഇവർ എടുത്തു പറയുന്ന ഒരു കാരണം, മറ്റ് ഒരു കാരണവുമില്ല. രാമനോട് എന്തിനാണ് CPM-ന് ഇത്രയധികം വിരോധമെന്നാണ് ചോദിച്ചു പോകുന്നത്. രാമന്റെ പാട്ട്, രാമന്റെ വാഴ്ത്തലുകൾ അത് കൈവേലയുടെ മണ്ണിൽ പാടില്ല എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് CPM പ്രവർത്തകർ ആ ശോഭായാത്രയിലേക്ക് എത്തുന്നതും സ്ത്രീകളെയും കുട്ടികളെയും, കൃഷ്ണവേഷം ധരിച്ച കുട്ടികളെയും സ്ത്രീകളെയും പോലും വെറുതെ വിടാതെ അതിക്രൂരമായിട്ടുള്ള മർദ്ദനം അഴിച്ചുവിട്ടത്. ഈ മർദ്ദനത്തിൽ പരിക്കേറ്റവർ കോഴിക്കോട് ഈ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഈ ശോഭായാത്രയിലുള്ള പലർക്കും ഗുരുതരമായി തന്നെ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ശോഭായാത്രയിലെ ആ മർദ്ദനമേറ്റവർ കുറ്റ്യാടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിഷയത്തിൽ BJP-യുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഈ കൃത്യമായിട്ടുള്ള പ്രതിഷേധങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നാണ് BJP പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രാമന്റെ ഭക്തിഗാനവും രാമന്റെ വാഴ്ത്തലുകളും വെച്ചു എന്നൊരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് കൈവേലിയുടെ മണ്ണിൽ ഇത് പാടില്ല എന്നൊരു അനഘ, ഈ കൈവേലി എന്ന് പറയുന്നത് ഭാരതത്തിന് പുറത്താണോ, അതോ CPM കൈവേലിയിൽ രാമന്റെ പാട്ട് വേണ്ട എന്ന് പറയാൻ CPM-ന് പതിച്ചു കൊടുത്ത മണ്ണാണോ ഈ കൈവേലി എന്ന് തോന്നിപ്പോകുന്നു അനഘ? തീർച്ചയായും രാഖി, അതായത് CPM-ന്റെ ഏതോ തരത്തിൽ ഒരു ഭരണം കയ്യിലുണ്ട് എന്ന അഹങ്കാരം മാത്രമല്ല, ലാത്തി ചാർജ് അടക്കമുള്ള നടത്തിക്കോട്ടെ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയുടെ തണലിലിരിക്കുന്ന CPM എല്ലാവരും ഗുണ്ടകൾ പെരുമാറുന്നതിനപ്പുറത്തേക്ക് കടക്കുകയാണ്. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ഇത് മറ്റേതെങ്കിലും ഹിന്ദു സമുദായത്തിലല്ല, മറ്റേതെങ്കിലും സമുദായത്തിന്റെ ഒരു ശോഭായാത്രയോ മറ്റെന്തെങ്കിലും ഒരു പരിപാടിയാണെങ്കിൽ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകുമോ? രാമൻ എങ്ങനെയാണ്? രാമൻ ഹിന്ദുവിന്റെ ദൈവമാണ്. ആ ദൈവത്തോട് പോലും CPM-ന് എന്തിനാണ് ഇത്രയധികം വൈരാഗ്യവും ഈ രീതിയിലുള്ള ഇടപെടലുകളും നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. എന്തായാലും വലിയ അതിക്രമം, അധിക്ഷേപം അത് തന്നെയാണ് ഇന്നലെ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഈ കൈവേലിയിൽ, കുറ്റ്യാടി കൈവേലിയിൽ ഉണ്ടായിട്ടുള്ളത്. പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ കുറ്റ്യാടി പോലീസിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത്. പോലീസ് സംഭവ സ്ഥലത്തെത്തി ഈ പരിക്കേറ്റവരുടെ മൊഴിയെടുത്ത് മടങ്ങിയിട്ടുണ്ട്. കൃത്യമായി ഈ 8ഓളം വരുന്ന ആരൊക്കെയാണ് മർദ്ദിച്ചത്, ആ CPM ക്രിമിനലുകളെ കുറിച്ച് കൃത്യമായ വിവരം ഇന്നലെ തന്നെ നൽകിയിരുന്നു. ഇനി അറിയേണ്ടത് അവരെ ഏത് രീതിയിലാണ് അവർക്കെതിരെ നടപടി ഉണ്ടാവുക, അവരെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുക എന്നാണ്. നിലവിൽ ഈ സമയമായിട്ടും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതോ മറ്റു നടപടികളിലേക്കോ പോലീസ് കടന്നിട്ടില്ല. ഇനി വരും മണിക്കൂറുകൾ അറിയേണ്ടത് ഈ ക്രൂരമായിട്ടുള്ള അക്രമം അഴിച്ചുവിട്ട ശോഭായാത്ര തകർക്കാൻ ശ്രമിച്ച, ശോഭായാത്ര അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച, ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ സ്ത്രീകൾക്ക് നേരെ പോലും അതിക്രമം അഴിച്ചുവിടുന്ന, സ്ത്രീകളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് കരണത്തടിക്കുന്ന രീതിയിലേക്ക് CPM ഗുണ്ടകൾ അതിക്രമം അഴിച്ചുവിട്ട സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് ഈ 8ഓളം വരുന്ന CPM പ്രവർത്തകർക്ക് നേരെ പോലീസ് എടുക്കുന്ന നടപടി എന്നാണ്. എന്തായാലും ഈ സമയമായിട്ടും പോലീസ് FIR ഇട്ടിട്ടില്ല. അന്വേഷണം നടക്കുന്നു. കൃത്യമായ നടപടി ഉണ്ടാകും എന്നാണ് കുറ്റ്യാടി പോലീസ്. അതായത് അനഘ, ഒരു പ്രാഥമികമായ മൊഴി രേഖപ്പെടുത്തൽ മാത്രമാണ് ഇതിനോടകം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ ആരൊക്കെയായിരുന്നു CPM ഗുണ്ടകൾ എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ വിഷയത്തിൽ നടപടി വൈകിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ്. കാരണം ഈ ദൃശ്യങ്ങൾ തെളിവാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, കൊച്ചു പെൺകുട്ടികൾ, ഈ ശോഭായാത്രയിൽ പങ്കെടുത്ത കുട്ടികളടക്കം പേടിച്ച് ഈ അക്രമങ്ങൾക്കിടയിലൂടെ ഓടുന്നുണ്ട്, അവരെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ടും CPM ഗുണ്ടായിസം തുടർന്നു എന്നുള്ളതാണ്. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ എത്രയും വേഗം FIR ഇടും എന്ന് തന്നെയാണോ പറയുന്നത്? രാഖി, പോലീസ്, പിണറായി പോലീസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പുറത്തു നിൽക്കുന്നത് CPM അക്രമകാരികളാണ്. അവർക്കെതിരെ മുൻപും പല അനുഭവങ്ങൾ നമുക്കുണ്ട്. അവർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ പോലീസ് വൈകിപ്പിക്കുന്നത്, കാലതാമസം എടുക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കുറ്റ്യാടി പോലീസുമായി സംസാരിച്ച സമയത്ത് കൃത്യമായി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് ഈ ഇത്തരത്തിലുള്ള പോലീസ് FIR ഇടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും പോലീസ് ഇന്നലെ രാത്രി തന്നെ സംഭവ സ്ഥലത്തെത്തുകയും ഈ മർദ്ദനമേറ്റവരുടെ മൊഴിയെടുക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് പോലീസിന്റെ നീക്കം എന്തായിരിക്കും എന്നാണ് അറിയാനുള്ളത്. കാരണം പ്രദേശത്തെ 8ഓളം CPM പ്രവർത്തകരാണ്, CPM അക്രമകാരികളാണ്, ഗുണ്ടകളാണ് ഈ ഒരു അതിക്രമം അഴിച്ചുവിട്ടത്. അതിൽ സ്ത്രീകൾക്ക് നേരെ പോലും മറ്റെല്ലാം നമുക്ക് മാറ്റി നിർത്താം, സ്ത്രീകൾക്ക് നേരെ പോലും ഈ രീതിയിൽ അതിക്രമം അഴിച്ചുവിടുന്നു. അത് എന്തിന്റെ പേരിലാണ് എന്ന് ചോദിക്കുമ്പോഴാണ്
രാമന്റെ പാട്ടുകളും രാമന്റെ വാഴ്ത്തലുകളും ശോഭായാത്രയിൽ വച്ചതിനാണ് CPM അതിക്രമം അഴിച്ചുവിട്ടത് എന്ന് മറ്റൊരു കാരണവുമില്ല. അതായത് ആത്യന്തികമായി ഇത്തരത്തിൽ ഹിന്ദുവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും അലങ്കോലപ്പെടുത്തുക, അത് തടസ്സപ്പെടുത്തുക, അത് തന്നെയാണ്. അതിലേക്ക് കൂടി CPM കടന്നിരിക്കുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കുറ്റ്യാടിയിൽ നടന്നിരിക്കുന്ന ഈ ഒരു സംഭവം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. രാമന്റെ പാട്ട് അത് ഹിന്ദുവിന്റെ അവകാശമാണ്. രാമന്റെ പാട്ടല്ലെങ്കിൽ മറ്റെന്ത് പാട്ടാണ് ആ ശോഭായാത്രയിൽ വെൽക്കേണ്ടത്? അല്ലെങ്കിൽ ഒരു ശോഭായാത്ര നടത്തുന്നവർക്കറിയാം, അവരാണ് അതിൽ തീരുമാനിക്കേണ്ടത്. അവരോട് തിട്ടൂരമിറക്കാൻ CPM-മാരാണ്. അധികാരവും നിയമവും ഒക്കെ CPM-ന് എഴുതി അതോടൊപ്പം ചോദിക്കുകയാണ്, ഈ പോലീസുകാർ നോക്കി നിൽക്കെ നടന്ന അതിക്രമമാണ്. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഇതിനിടയിൽ പോലീസുകാരും ഉൾപ്പെടുന്നുണ്ട്, അവരെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും പോലീസുകാരുടെ ഒരു സാന്നിധ്യം അവിടെയുണ്ട്. ഈ അക്രമം നടക്കുമ്പോൾ പിന്നീട് പോലീസിന്റെ ഒരു നീക്കം ഏത് രീതിയിലായിരുന്നു അനഘ? പോലീസ് സംഭവ സ്ഥലത്തുണ്ടായിരുന്നു, പക്ഷെ അധികം പോലീസ് ഒന്നും ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷമാണ് പോലീസ് കൃത്യമായി ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നത് എന്നതാണ്. അതായത് ഒരു മെല്ലെപ്പോക്ക് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. എന്തായാലും ആ സ്ഥലത്ത് ഇന്നലെ ഒരു കൃത്യമായിട്ടൊരു ഈ ശോഭായാത്ര നടത്തിയ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് കൃത്യമായി അവർ തന്നെ ഇടപെട്ടിട്ടാണ് ഈ പ്രശ്നം, ഈ അക്രമകാരികളിൽ നിന്ന് മറ്റുള്ളവരെ രക്ഷിച്ചതും പ്രതിരോധം തീർത്തതും ഒക്കെ ശോഭായാത്ര നടത്തിയ സംഘാടകർ, കുറ്റ്യാടിയിൽ നടത്തിയ സംഘാടകർ തന്നെയായിരുന്നു. അല്ലാതെ പോലീസ് ആയിരുന്നില്ല ഈ CPM അക്രമകാരികളെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നതോ മറ്റടക്കമുള്ള നടപടികളിലേക്കൊന്നും തന്നെ കടന്നിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നമുക്കറിയേണ്ടത് FIR ഏത് രീതിയിലാണ്, ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് FIR ഇട്ടിരിക്കുന്നത് എന്നതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് പോലീസ് ആർക്കൊപ്പം നിൽക്കുന്നു എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിയൂ. നമുക്ക് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയാൻ സാധിക്കും, ഇത് ഏകപക്ഷീയമായി CPM വിഷയത്തിൽ FIR വരുമ്പോൾ കൃത്യമായ വകുപ്പുകൾ ഇതിനകത്ത് ചുമത്തേണ്ടി വരും. കാരണം നമുക്ക് ദൃശ്യങ്ങൾ തെളിവായിട്ട് മുന്നിലുണ്ട്. സ്ത്രീകൾക്ക് നേരെ നടന്ന ഒരു അതിക്രമമാണ്. കൊച്ചു ബാലികമാർ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ആ പെൺകുട്ടികൾക്കടക്കം പരിക്കേറ്റിരുന്നു. അനഘ, ഈ പെൺകുട്ടികൾ ആശുപത്രിയിൽ ചികിത്സ തേടിയതാണ്. അവരുടെ ഒരു ആരോഗ്യസ്ഥിതി എന്താണ്? അവരുടെ മാനസികാവസ്ഥ അത് ചെറിയ ഒരു കാര്യമല്ല. കാരണം കൊച്ചുകുട്ടികളാണ്. ഇത്തരത്തിലൊരു ഗുണ്ടായിസം അരങ്ങേറുമ്പോൾ അതിന് സാക്ഷികളാകേണ്ടി വന്ന പെൺകുട്ടികളാണ്. അവരുടെ ഒരു മാതാപിതാക്കളുമായും ഒക്കെ അനഘ സംസാരിച്ചിരുന്നു. തീർച്ചയായും രാഖി, അതായത് ഇവരൊക്കെ തന്നെ വലിയ ഭീതിയിലാണുള്ളത്. കുഞ്ഞു കുട്ടികളാണ്. അവർക്ക് മുൻപൊന്നും ഇത്തരത്തിലുള്ള അതിക്രമമോ അക്രമമോ ഒന്നും തന്നെ വശമില്ല. മാത്രമല്ല സന്തോഷത്തോടെ ആനന്ദത്തോടെയായിരുന്നു ശ്രീകൃഷ്ണന്റെ ജന്മദിനം, ജന്മാഷ്ടമി ആഘോഷിച്ച് വരുന്ന കുഞ്ഞു വേഷമൊക്കെ കെട്ടിയ കുഞ്ഞു കുട്ടികളായിരുന്നു ആ ശോഭായാത്രയിൽ ഉണ്ടായിരുന്നത്. അവർക്ക് നേരെയാണ് ഈ രീതിയിൽ ഒരു അക്രമം, അടിപിടി, വാഹനത്തിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുന്നത് അടക്കമുള്ള കണ്ടു നിൽക്കുന്ന ആ കുഞ്ഞു കുട്ടികൾ. അതിന്റെ ഒരു ഷോക്കിൽ നിന്ന് അവർക്ക് ഇപ്പോഴും മുക്തമാകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇവരുടെ രക്ഷിതാക്കൾ പറയുന്നത്. മറ്റൊന്ന്, ഇന്നലെ ഈ കൃത്യമായി മർദ്ദനമേറ്റ 26-കാരിയായിട്ടുള്ള കീർത്തന, കുറ്റ്യാടി സ്വദേശി തന്നെയാണ്. ഈ കീർത്തന നിലവിൽ ഈ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കീർത്തനയ്ക്കാണ് അതിക്രൂരമായിട്ടുള്ള മർദ്ദനം ഏറ്റത്. കീർത്തനയുടെ മുഖത്ത് മുടി കുത്തിപ്പിടിക്കുകയും കരണത്തടിക്കുകയും ചെവിക്കല്ലിന് സാരമായിട്ടുള്ള തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്നുമാണ് പുറത്തുവരുന്ന വാർത്ത. കീർത്തനയെ ബന്ധപ്പെട്ടിരുന്നു, പക്ഷെ സംസാരിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇവരുടെയൊക്കെ കുടുംബങ്ങളുടെ പ്രതികരണം കൂടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും അതിക്രൂരമായിട്ടുള്ള മർദ്ദനം, രാമന്റെ പാട്ട് വെച്ചു, രാമന്റെ വാഴ്ത്തലുകൾ വെച്ചു, ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിനിടെ കൈവേലിയിൽ ഇത് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് നരിപ്പറ്റയിലാണ് ഇന്നലെ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് നേരെ CPM-ന്റെ അതിക്രമം ഉണ്ടായത്. ഒരു സ്ത്രീക്കാണ് ഈ വിഷയത്തിൽ, പെൺകുട്ടിക്കാണ് പരിക്കേറ്റത് എന്നുള്ളതാണ്. ഈ പെൺകുട്ടിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് ചെവിക്കല്ല് അടിച്ചു പൊട്ടിച്ചു എന്നുള്ളതാണ് ആ പെൺകുട്ടിയുടെ കുടുംബം പറയുന്നത്. എന്തായാലും ആ പെൺകുട്ടി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആ പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് വരും മണിക്കൂറിൽ പരിശോധിക്കാവുന്നതാണ്. നിശ്ചല ദൃശ്യം വഹിച്ചുള്ള വാഹനത്തിന് നേരെയാണ് CPM പ്രവർത്തകർ ഗുണ്ടായിസം നടത്തിയത് എന്നുള്ളതാണ്. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുവെന്നും CPM ക്രിമിനലുകളെ ഉടൻ കസ്റ്റഡിയിലെടുക്കണമെന്നുമാണ് BJP ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് ഇനി ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയുള്ള FIR രേഖപ്പെടുത്തും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്.